ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എന്നോട് ഒരാൾ ചോദിച്ചാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റ് അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത്. സോ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഫസ്റ്റ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് നോക്കാം എന്താണ് ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്നുള്ളത്. സോ ഗൂഗിൾ പറയുന്നത് ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഈസ് എ ടെലിഗ്രാം ബേസ്ഡ് ഗെയിം ദാറ്റ് ഹാസ് ഗെയിൻഡ് ഇറ്റ്സ് ഇമ്മൻസ് പോപ്പുലാരിറ്റി. സോ അതൊരു ടെലിഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണെന്നാണ് ഗൂഗിളിൽ കൊടുത്തിട്ടുള്ളത്. ഗൂഗിളിൽ മാത്രമല്ല, എവിടെയെല്ലാം നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം ഇതൊരു ഗെയിം എന്നുള്ള ടൈറ്റിൽ തന്നെ വരുന്നത്. ഓഫ് കോഴ്സ് ഗെയിംസ് എന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം, എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. സോ അതവിടെ നിൽക്കട്ടെ, അതുകൊണ്ട് അതിൻ്റെ ജെന്യൂനിറ്റി നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഹാംസ്റ്റർ കോമ്പാക്റ്റ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് ഞാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടെലിഗ്രാം എടുക്കുക, ടെലിഗ്രാമിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് സെർച്ച് ചെയ്യാം. നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് വരും, അതിൽ കളിച്ചു തുടങ്ങാം. അത് നോർമലി എല്ലാവർക്കും ചെയ്യാവുന്നുള്ളൂ. അതൊരു മിനി ആപ്പ് എന്നാണ് അവരതിന് പറയുന്നത്, MA. സോ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എങ്ങനെ ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അടിപൊളിയായിരുന്നു. കാര്യം ജസ്റ്റ് സിമ്പിളായിട്ട് ടാപ്പ് ചെയ്യുന്നു, നമുക്ക് പൈസ വരുന്ന പോലെയാണ് അവർ കാണിക്കുന്നത്. ആക്ച്വലി വരുന്നത് കോയിൻസ് ആണ്. ആൻഡ് ആ കോയിൻസിന് വിർച്വൽ ക്രിപ്റ്റോ കോയിൻസിൻ്റെ വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരു മാർക്കറ്റ് ചെയ്ത്. ആൻഡ് ഇത് ചെയ്തിരുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഭയങ്കര വൈറലായി, യൂട്യൂബിൽ വൈറലായി. ആൻഡ് ഈവൻ മിസ്റ്റർ ബീസിൻ്റെ എന്തോ റെക്കോർഡൊക്കെ ഒരു യൂട്യൂബ് ചാനൽ ബ്രേക്ക് ചെയ്തിരുന്നു. കാര്യം അത്രയധികം ആൾക്കാർ ഇത് കണ്ട് അതിലൊരു ജെന്യൂനിറ്റി ഉണ്ടെന്ന് അവർക്ക് തോന്നി. അതിൻ്റെ മെയിൻ കാരണം ടെലിഗ്രാമിൻ്റെ തന്നെ കോയിനായ നോട്ട് കോയിൻ ഭയങ്കര സക്സസ് ആയിരുന്നു. ആൻഡ് അത് റിയൽ ആയിരുന്നു. അതിൽ കുറച്ച് പേർക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ബേസിലാണ് ഇത് ടെലിഗ്രാമിൽ ലോഞ്ച് ചെയ്തപ്പോൾ എല്ലാവരും ഇത് ജെന്യൂനായിരിക്കാം, മേ ബി ജെന്യൂനാണെന്നുള്ളൊരു കണക്കൂട്ടലിൽ എല്ലാവരും ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇതിലിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 200 മില്യൺ ആൾക്കാരുണ്ട്, യൂസ് ചെയ്യുന്നവരുണ്ട്. ബട്ട് ഇതിൻ്റെ ഒരു ജെന്യൂനിറ്റി ഇവർ തന്നെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എയർ ഡ്രോപ്പ് ലോഞ്ച് ഡേറ്റ് 2 തവണ പ്രഖ്യാപിച്ചു. ഫസ്റ്റ് തവണ ഒരു ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. ആൻഡ് എല്ലാവരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റും കൊടുത്തില്ല. ആൻഡ് അന്ന് ലോഞ്ചും ചെയ്തില്ല. ആൻഡ് ഫസ്റ്റ് തവണ ഏതുകൊണ്ടാവും ആരും അത് വലിയൊരു കാര്യമാക്കി പറഞ്ഞ് ഞാൻ കണ്ടില്ല. ആൻഡ് അത് കീപ്പ് ഓൺ എല്ലാവരും കളിച്ചുകൊണ്ടിരുന്നു. ആൻഡ് സെക്കൻഡ് ടൈം ഒരു ചെയ്തതിനു ശേഷം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതിനുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു. ആൻഡ് പിന്നീട് അതിനെക്കുറിച്ചുള്ള വലിയ വീഡിയോസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ ഈ തട്ടിക്കൊണ്ടിരിക്കുന്ന റീൽസോ അല്ലാണ്ടെങ്കിൽ ആരും അങ്ങനെ ചെയ്ത് കണ്ടില്ല. ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നവർ മടുത്ത് നിർത്തി പോകുന്ന ഒരു സിറ്റുവേഷൻ ആയി തോന്നുന്നു. ആൻഡ് ഇപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു ലോഞ്ച് ഡേറ്റ് വന്നിട്ടുണ്ട്, ഈ സെപ്റ്റംബർ 26. അതിനുശേഷം വീണ്ടും അതിനെക്കുറിച്ച് വീഡിയോസ് വരാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് മേ ബി എനിക്കങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവുക. സോ ഇതിൻ്റെ ഒരു ജെനുവിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഇഫ് ഇത് ജെന്യൂൻ ആണെന്ന് നോക്കി 200 മില്യൺ യൂസേഴ്സ് എല്ലാവർക്കും ഇവരിത് കൊടുക്കാൻ പോവാണ്, എയർ ഡ്രോപ്പ് കൊടുക്കാൻ പോവാണ്. ഇവർക്ക് എന്തായാലും ഒരു എമൗണ്ട് കൊടുക്കണമല്ലോ. ഒരു $5 വെച്ച് കൊടുത്തെന്ന് വിചാരിച്ചു. $5 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 400 സംതിങ് രൂപ, വേണ്ട 500 രൂപ കൂട്ടി, 500 രൂപയ്ക്ക് താഴെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 200 മില്യൺ പേർക്ക് ഈ $5 വെച്ച് കൊടുത്താൽ തന്നെ 1 ബില്യൺ പുറത്തായി. 1 ബില്യൺ പുറത്ത് ഒരാളും എയർ ഡ്രോപ്പിൽ കൊടുത്തിട്ടുമില്ല, കൊടുക്കാനും പോകുന്നില്ല. സോ $5 താഴത്തേക്ക് വേണ്ട, $1 വെച്ച് കൊടുത്താൽ ഇപ്പോൾ ഒരു 200 മില്യൺ നിങ്ങൾ ബിറ്റ് കോയിൻ എന്ന് ക്രിപ്റ്റോയുടെ ബേസിൽ കൊടുക്കണം. അങ്ങനെയും കൊടുക്കാൻ പോകുന്നില്ല. സോ $1 താഴത്തേക്കായിരിക്കും. ഇനിയിപ്പോൾ വേണ്ട $5 തന്നെ കിട്ടിയെന്ന് വിചാരിച്ചോ, വെറും 500 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ടൈമും എഫേർട്ട് ഇട്ട് എല്ലാവരും ഇതിൻ്റെ പിന്നാലാണെന്ന് ഈ തട്ടിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം വെറുതെ ഒരു കാറ്ററിംഗ് വർക്കിന് പോയാൽ കിട്ടും 500-600 രൂപ സിമ്പിളായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് ഉറക്കൊളിച്ചിരുന്ന എല്ലാവരും ഇത് ചെയ്ത് ഒരു അഡിക്റ്റാക്കി കളഞ്ഞു. ഗെയിം ബേസ്ഡ് ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ അവരതിനുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും, ഇതിൻ്റെ ഫൗണ്ടേഴ്സിന് കിട്ടിയിട്ടുണ്ടാവും. ബട്ട് ഇത് ചെയ്ത ഒരാൾക്കും അവരിട്ട എഫേർട്ടിൻ്റെ 1% പോലും റിട്ടേൺ കിട്ടാൻ പോകുന്നില്ല. ഒന്നാമത്തെ കേസ്. പിന്നെ ഇപ്പം ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്രയുള്ളൂ ഇതിൻ്റെ ഒരു ബേസ്. പിന്നെ ഇത് ചെയ്യുന്നവരോട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, അതൊക്കെ ഓരോരുത്തരുടെ പ്രയോറിറ്റിയാണ്. പിന്നെ ഇതിൽ വേറെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ സമയം, അതാണ് നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അതിനുള്ള വെർത്ത് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ആലോചിച്ച് നോക്കുക. വെറും 500 രൂപ എന്ന് പറയുന്നത് ഇത്രയും മാസങ്ങൾ നിങ്ങൾ കഷ്ടപ്പെട്ട് കിട്ടുന്ന 500 രൂപ കിട്ടില്ല. ബട്ട് സ്റ്റിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം അത്രേ കിട്ടുള്ളൂ. അതിന് പോലും വെറുത്തില്ലാത്തൊരു സംഭവത്തിന് വേണ്ടി നമ്മൾ ഇത്രയും ടൈം കളഞ്ഞ് അഡിക്റ്റ് ആയിരുന്ന് ഫോണിൽ കുത്തിരിക്കണമെന്നുള്ള ആലോചിച്ച് നോക്കാം. ആൻഡ് പിന്നെ വേറെ ഡാറ്റ ലീക്കും കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇത് ഫോം ചെയ്തിരിക്കുന്നത് റഷ്യ എന്നാണ് പറയുന്നു. ഏറ്റവും കൂടുതൽ ഹാക്കേഴ്സിന് പേര് കേട്ടൊരു സ്ഥലമാണ്. എന്നാലും ഡാറ്റ ലീക്കും കാര്യങ്ങളോ അല്ലെങ്കിൽ ഹാക്കിംഗ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
സോ യൂസ് ചെയ്യുന്നവർ യൂസ് ചെയ്ത് നോക്കുക. ആൻഡ് ഇതിനെക്കുറിച്ച് ഒതന്റിക് ആയിട്ടൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഈ സെപ്റ്റംബർ 26 കഴിഞ്ഞ് ഞാൻ വീഡിയോ ഇടാം. കാര്യം 2 തവണ ഇവർ ഓൾറെഡി ഈ ലോഞ്ച് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ആൻഡ് ഈ തവണ ഇവർ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇതിന്റെ കാര്യങ്ങൾ പുറത്തു വരാൻ ചാൻസ് ഉണ്ട്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം തന്നെ അതൊരു വലിയൊരു ഇഷ്യൂ ആയതാണ്. സോ ഇപ്രാവശ്യം ലോഞ്ച് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നമുക്ക് ബാക്കി പറയാവുന്നതാണ്. സോ ഇത്രയുള്ളതിനൊരു കാര്യം, ഇതിലിപ്പോൾ അത്ര വലിയ കാര്യമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഗെയിം, ആ ഗെയിമിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വല്ലതും കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല, അത്രേ ഉള്ളൂ. ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന സംഭവം അത്രേ ഉള്ളൂ. അല്ല ഇത് വലിയൊരു കാര്യമാണ്, ഇതിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകുമെന്ന് വിചാരിച്ച് ആരും ചെയ്യാൻ നിൽക്കണ്ടായിട്ട്. ഇത് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ ഇത് ഒറിജിനൽ ആണെന്ന്, അല്ലാണ്ടെങ്കിൽ ഒരു ഒതന്റിക് ആയിട്ടുള്ള നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നൊരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഫേക്ക് ആവാൻ ചാൻസ് കൂടുതലാണ്. സോ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അത്രേ ഉള്ളൂ, ഇതിൻ്റെ ഒരു കാര്യം അത്രേ ഉള്ളൂ. സോ ബാക്കി വേറൊരു കാര്യമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.